ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഹായ്, ഐ ആം ലക്ഷ്മി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെഡ്ഡിംഗ് വ്ലോഗാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വെഡ്ഡിംഗ് ആണ് ഇന്നിത്. സോ ഇന്ന് ഞാൻ ആ വെഡ്ഡിങ്ങിനായിട്ട് പോകുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഷൂട്ട് ചെയ്ത് എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല, ഇത് എൻഡ് ചെയ്യാൻ പറ്റുമെന്നും അറിയത്തില്ല, ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും എനിക്കിപ്പോൾ ഉറപ്പില്ല. എനിവേ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട്. സോ കല്യാണം നടക്കുന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, വാവിനെ കൊണ്ടുപോകുന്നില്ല, കാരണം അത്രയും ദൂരം എനിക്ക് അവളോട്ട് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കല്യാണം മുഹൂർത്തം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്, ഒരു 8:30 to 9:30 ഇടയ്ക്കെങ്ങാണ്ടുമാണ്. സോ ആ സമയത്ത് എത്താനായിട്ട് എനിക്ക് പറ്റില്ല, കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിലുള്ള വീഡിയോ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫസ്റ്റ് നമുക്ക് പോയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകണം. സോ ഞാനിവിടെ തൃപ്പൂണിത്തുറ ചെന്നിട്ട് മെട്രോ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വഴി മുഴുവൻ അറിയാൻ മേല കൈസ്, എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ് മീൻസ് ഒരു 8:30 to 9:30 ഇടയ്ക്കാണ് കെട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ചെല്ലാൻ പറ്റില്ല. ഒരു 10-10:30 ആകുമ്പോഴെങ്കിലും അവിടെ എത്തണം എന്നുള്ള രീതിക്കാണ് ഞാൻ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. എനിവേ നമുക്ക് പോയിട്ട് വരാം. വീട്ടിൽ നിന്നും സ്കൂട്ടറിലാണ് ഞാൻ ബസ് സ്റ്റോപ്പ് വരെ പോയത്. ബസ് ചെന്നപ്പോഴേ കിട്ടി, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ബസ്സിലെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ കയറി ആലുവയ്ക്ക് ടിക്കറ്റ് എടുത്തു ഞാൻ. വടക്കേക്കോട്ട ടു ആലുവ അങ്ങനെ മെട്രോയിൽ കയറി. ഈ എറണാകുളം അല്ലെങ്കിൽ ഡെയിലി മെട്രോ പോകുന്നവർക്ക് മെട്രോ വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്നെപ്പോലെ ഇങ്ങനെ വല്ലപ്പോഴും മെട്രോയിൽ പോകുന്നവർക്ക് അതൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് മെട്രോ ജേണി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എനിക്കൊന്ന് വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പം വൈറ്റ്ല ടു കാക്കനാടൊക്കെ വാട്ടർ മെട്രോ സർവീസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ മെട്രോ ഇറങ്ങി പിന്നെ ഞാനൊരു ഓട്ടോ പിടിച്ചാണ് ആലുവ ദേശം, അതായിരുന്നു ലൊക്കേഷൻ, അങ്ങോട്ടേക്ക് പോയത്. പോകുന്ന വഴിക്ക് ബ്ലോക്കൊക്കെ കിട്ടി, എന്നാലും കുഴപ്പമില്ല. എനിക്ക് സമയം പോകുന്തോറും ഒരിതാണ്, എത്രയും നേരത്തെ എത്തണം എന്നുള്ളൊരു ഇതിലാണ്. ഞാനൊരു 8 മണിക്ക് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ ഇപ്പം തന്നെ ഓൺ ദ വേ തന്നെ സമയം 10:45-11 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫൈനലി ഞാൻ ലൊക്കേഷൻ എത്തിയപ്പോൾ ഇതായിരുന്നു ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയം. എൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഗണപതി, പിന്നെ ഈ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പം ചെന്നപ്പോഴത്തേക്കും തന്നെ പെണ്ണും ചെറുക്കനും ഒക്കെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെൻ്റെ പ്രീവിയസ് കമ്പനിയിലുള്ളവർ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണും ചെറുക്കനും, അഖിലേട്ടനും രേഷ്മയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു, ഒക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞു. ആ സമയത്ത് ഫോട്ടോഷൂട്ട് ഇവിടെ കാര്യമായിട്ട് നടക്കുവാണ്. എനിക്കറിയാം കല്യാണത്തിൻ്റെ ഈ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയാണ്. നമ്മൾ ചിരിച്ച് ഒരിത് വഴിക്കാവും. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒന്നും പറയണ്ട, നല്ല അടിപൊളി സദ്യ ആയിരുന്നു അവിടുത്തെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ആലുവയിലെ സദ്യ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ ഇവിടെയൊന്നും ഇങ്ങനെ രണ്ടാമത് ചെറുകറികളൊക്കെ കൊടുക്കലില്ല. പക്ഷെ ഇവിടെ അവർ രണ്ടാമതും വിളമ്പുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തോരൻ വന്നു, ഓലം വന്നു, പച്ചടി വന്നു, കിച്ചടി വന്നു, അങ്ങനെ എല്ലാം വന്നു. ലാസ്റ്റ് ആ ചോറും സാമ്പാറും വന്നു. ആദ്യം ഞാൻ സാമ്പാർ കൂട്ടി കഴിച്ചു നോക്കി. സദ്യനെ പറ്റി ഒന്നും പറയാനില്ല. പിന്നെ എനിക്കൊരു സങ്കടം വന്നത് ഇവിടെ കുറുക്ക് കാളനാണ്. എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കാളൻ കിട്ടത്തില്ല, ഇവിടെ കുറുക്ക് കാളനായിരുന്നു. പിന്നെ ഗ്ലാസ്സിൽ രസമൊക്കെ വാങ്ങി ഇങ്ങനെ തകൃതിയായിട്ട് ഞാനവിടെ നിന്ന് സദ്യ കഴിച്ചു. നല്ല സദ്യയായിരുന്നു, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു. അതിൽ പരിപ്പ് പായസം ഞാൻ ഇലയിൽ വാങ്ങി, അടപ്പായസം ഞാൻ ഗ്ലാസ്സിൽ വാങ്ങി. അവിടെ പായസം വിളമ്പുന്ന കൂടെ നമുക്ക് ഗ്ലാസും കൂടി തരും. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഇവിടേക്ക് നമ്മളെല്ലാം അങ്ങനെ കല്യാണമൊക്കെ കൂടി എല്ലാവരെയൊക്കെ കണ്ടു, സദ്യയൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ തിരിച്ച് അമലേട്ടൻ്റെയും വൈഫിൻ്റെയും കൂടെ ആയിരുന്നു ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. അവർ കാറിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ ആലുവയിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ ഞാൻ ആലുവ മെട്രോ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. അവിടുന്ന് പിന്നെ ഞാൻ ഓർത്തു വൈറ്റിലേക്ക് ടിക്കറ്റ് എടുക്കാമെന്ന്. കാരണം തൃപ്പൂണിത്തുറയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറ ഭയങ്കര തിരക്കായിരിക്കും. ബസ്സിൽ കയറുന്ന സമയത്ത് നമുക്ക് സീറ്റൊന്നും കിട്ടത്തില്ല, ഒന്നാമത് നട്ടുച്ചയായല്ലോ. അപ്പം അങ്ങനെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കായിരുന്നു ഉള്ള മെട്രോയിൽ ഞാൻ വൈറ്റിലേക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വന്ന് വെയിറ്റിംഗ് ആണ്. അപ്പം അത് കഴിഞ്ഞ് മെട്രോ വന്നു, പിന്നെ അതിൽ കയറി.
ഇങ്ങനെ ഫൈനലി ഇതാ ഞാൻ വൈറ്റിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഞാനൊരു സോഡ ലൈം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, വെയിൽ കണ്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഇതാണ് വൈറ്റില ഹബ്ബ്. സോ അവിടുന്ന് നടന്ന് നമ്മൾ ബസ് അവിടുന്ന് കയറാൻ നിർത്തും. മറ്റേ മെട്രോയുടെ അവിടെ നിർത്തും. ബട്ട് ഞാൻ ഓർത്തു സ്റ്റാൻഡിൽ പോയിട്ട് കയറാമെന്ന്, അതാകുമ്പോൾ സീറ്റ് കിട്ടുമല്ലോ. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, എൻ്റെ മണ്ടത്തരത്തിന് ഞാൻ വീലുള്ള സൈഡിൽ തന്നെ പോയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബസ്. ഞാൻ വീണ്ടും വിരിച്ച് ബസ് സ്റ്റോപ്പ് എത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എൻ്റെ വണ്ടി എടുത്ത് വീട്ടിൽ പോയി. ബൈ.